കണ്ണേറ്, കൈവിഷം അല്ലെങ്കിൽ കൂടോത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിലുണ്ടോ? അസൂയയോടെ മറ്റൊരാളിനെ നോക്കുന്നു, പറയുന്നു. അപ്പൊ ഈ കൂടോത്രോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യില്ല? അത് അറ്റാക്ക് ചെയ്യില്ല. അവരെ ചെയ്ത ആളിനെ തന്നെ തിരിച്ചു പോകും. എന്ത് പ്രശ്നം വന്നാലും കൂടോത്രം ചെയ്തിട്ടാണെന്ന് പറയും. എന്ത് പ്രശ്നം വന്നാലും ആരോ ചെയ്തിട്ടാണെന്ന് പറയും. ഈ സൈക്കോളജിയും ജ്യോതിഷവുമായിട്ട് ഒരുപാട് സൈക്കോളജിയും ജ്യോതിഷമായിട്ട് ഒരുപാട് കണക്ഷനുണ്ട്. സൈക്കോളജിക്കാൾ ഒരു പടി മുന്നിൽ ആസ്ട്രോളജി വന്നില്ല. അതെങ്ങനെയാണ്? സൈക്കോളജിസ്റ്റിന്റെ കയ്യിൽ എന്തുണ്ട് ഡേറ്റ? ഇവർ പറയുന്ന ഡേറ്റയിലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഒരു പടി മുന്നിരിക്കുന്ന ആസ്ട്രോളജി. പക്ഷെ ആ കണക്കുകളെല്ലാം ശരിയാവണമെന്നുണ്ടോ? ശരിയാണ്. അത് പറയുന്ന നമ്മൾ ശരിയായാൽ മതി. പക്ഷെ ഇതെല്ലാം ഒരു ഇൻഡ്യൂഷൻ മാത്രമല്ല. ഇൻഡ്യൂഷൻ അല്ല. ഇൻഡ്യൂഷൻ ആണെന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് ഹോരാശാസ്ത്രത്തിന്റെ ഒരു ബുക്ക് വാങ്ങിയിട്ട് ഇരുന്ന് പഠിക്കാൻ നോക്കി എവിടെയെങ്കിലും എത്തുമെന്ന് നോക്കണം. ഒരു ജന്മം കൊടുത്ത് പഠിക്കുന്നതാണ് ജ്യോതിഷം. അല്ലാതെ വെറുതെ വായിത്തോന്നു വിളിച്ച് പറയുന്നതല്ല. ഗർഭപാത്രത്തിലാകുന്ന സമയം തൊട്ട് ഭൂമിയിലോട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന സമയം, ഫസ്റ്റ് ബ്രീത്ത് എടുക്കുന്ന ടൈം, അതാണ് നമ്മുടെ ബർത്ത് ടൈം അല്ലേ പറയുന്നത്. ജാതകം വേണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നാണോ ആയത് ആ സമയം തൊട്ടുള്ളത് സമയം വേണമെന്ന്. അത് ഗർഭശിഷ്ട ദശ എന്ന് പറയുന്നത്. ഈ കണ്ണേറ്, കൈവിഷം അല്ലെങ്കിൽ കൂടോത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ജ്യോതിഷൻ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട് എന്ന്. പോസിറ്റീവ് ഉണ്ടല്ലോ, അതുപോലെ നെഗറ്റീവ് ഉണ്ട്. അത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാനതിന് കൂടുതൽ എൻ്റർടൈൻ ചെയ്യാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ണേറുണ്ടാവും നെഗറ്റീവ്. പക്ഷെ അത് റേക്കിയൊക്കെ ചെയ്താലുണ്ടല്ലോ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ ഒരു വിധം പ്രൊട്ടക്റ്റ് ചെയ്ത് പോകും. അതായത് കണ്ണേറ് ദോഷം റേക്കി നല്ലതായിട്ട് റേക്കി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കണ്ണേറൊന്നും അടിക്കത്തില്ല. അതുപോലെ കൈവശ ദോഷങ്ങൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം കൈവശ ദോഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നരസിംഹമൂർത്തിയുടെ അടുത്ത് പാനകം കുടിക്കുമ്പോഴും 9 ദിവസം തുടർച്ചയായിട്ടൊക്കെ പാനകം കുടിക്കുമ്പോഴും ഒക്കെ അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നരസിംഹമൂർത്തിയുടെ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ നരസിംഹമൂർത്തി ഉണ്ടല്ലോ. നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ പാനകം എന്ന് പറയും. പാനകം കുടിച്ചു കഴിഞ്ഞാലും മാറും. പിന്നെ കൈവശദോഷം ഇതൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നുമില്ല. അത് കൂടുതൽ എപ്പോഴും നമ്മളെ ബാധിക്കുന്നത് വെച്ചാൽ നമ്മളിൽ ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കുമ്പോഴും കൂടെയാണ്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു മഹാദശ കാലഘട്ടം ദോഷമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹോറോസ്കോപ്പിൻ്റെ സ്ട്രക്ചർ മോശമാണ്, അതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ 5ാം ഭാവം മനസ്സിൻ്റെ ഭാവം വീക്കാണ്, അല്ലെങ്കിൽ മനസ്സ് വീക്കാണ്, ചന്ദ്രൻ കാരകനായ ഗ്രഹം വീക്കാണ്, ലഗ്നാധിപതി വീക്കാണ്, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളിനെ വേഗം ഇത് അറ്റാക്ക് ചെയ്യും. അതേസമയം ലഗ്നബലമുണ്ട്, 5ാം ഭാവബലമുണ്ട്, ഭാവാധിപതിയായ ഗ്രഹം കാരകഗ്രഹത്തിൻ്റെയൊക്കെ ബലം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചോളം ഇതൊന്നും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യില്ല, അതിലോട്ട് ചെന്ന് ചാടത്തുമില്ല എന്ന് പറയാം. അപ്പൊ ഈ കൂടോത്രോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യില്ല? അത് അറ്റാക്ക് ചെയ്യില്ല. അവരെ അത് ആ ചെയ്ത ആളിനെ തന്നെ തിരിച്ചു പോകും. ചെയ്ത ആളിനെ തിരിച്ചു പോകും. എന്ന് വെച്ചാൽ അവരുടെ ഓറ ശരിയാണെങ്കിൽ ഇത് അവരെ ബാധിക്കില്ല. ഈ തിരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് അത് അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടെങ്കിൽ അവിടെ എന്ത് പരിഹാരമാണുള്ളത്? അല്ലെങ്കിൽ അത് തിരിച്ചയച്ചു കൊടുക്കാൻ എന്തെങ്കിലും? അങ്ങനെ തിരിച്ചയക്കാൻ കൊറിയർ അയക്കും പോലെ അയക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇപ്പം മഹാദശ കാലഘട്ടം ദോഷ കാലഘട്ടമാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരുടെ ലഗ്നബലം കുറവാണ്, മനസ്സിൻ്റെ ബലം കുറവാണ്, അങ്ങനെയുള്ള ഒരാളിനെ എളുപ്പത്തിൽ അതൊരു സ്പോഞ്ച് അബ്സോർബ് ചെയ്യുന്ന പോലെ അബ്സോർബ് ചെയ്യും ഈ നെഗറ്റീവ്സ് എല്ലാം. അതിപ്പം കണ്ണേറ് മാത്രം തന്നെ ആകണം എന്നില്ല. ഈ ഓവർ സിമ്പതി വരില്ലേ, ഇപ്പോൾ ഒരാളിനോട് ഒരു ഓവർ സിമ്പതി അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സിമ്പതി വരുന്ന അവിടെ വെച്ചിട്ടും അത് കൂടുതൽ സൈക്കോളജിസ്റ്റൊക്കെ ആസ്ട്രോളജേഴ്സിനൊക്കെ അടിക്കും. അത് കണ്ണേറ് ദോഷം തന്നെ ആവണം എന്നില്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ നെഗറ്റിവിറ്റി അടിക്കാം. അപ്പം നമ്മളത് കൂടുതലും നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷൻ ഇട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പം തട്ടുകേടില്ലാതെ പോകാൻ പറ്റും. നെഗറ്റിവിറ്റി ഉണ്ട്. ഈ നെഗറ്റിവിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിഹാരം ചെയ്യാൻ പറ്റും. നെഗറ്റിവിറ്റി ഇല്ലാതാക്കാൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ? അത് ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉപ്പ് വെള്ളം, ഒരു കൈ നിറയെ കല്ലുപ്പിട്ടിട്ട് ഒരു ബക്കറ്റിൽ കല്ലുപ്പിട്ട് അത് നല്ല ഉപ്പ് വെള്ളത്തിൽ കുറച്ചധികം ദിവസങ്ങളിൽ നമ്മൾ കുളിക്കുന്നത് നല്ലതാണ്. അത് മുടിയെല്ലാം അങ്ങനെ കുളിക്കണം എന്നല്ല പറഞ്ഞത്, അല്ലാതെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് നമ്മൾ വിസിബിൾ ആയ ഒരു ഗ്ലാസ്സിൽ നാരങ്ങ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ ഒരു ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഇരിക്കുന്ന സ്പേസിൽ കല്ലുപ്പിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും.
അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസംഹാര പുഷ്പാർച്ചന തുടർച്ചയായിട്ട് 21 ദിവസം കൊടുക്കുന്നത് നല്ലതാണ്. ശിവന് ജലധാര കൊടുക്കുന്നത്, പുറകു വിളക്ക് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പം ഇങ്ങനെയൊക്കെ അത് കേസ് ടു കേസ് ഡിഫറെൻ്റ് ആണ്. എങ്ങനെ പരിഹാരം കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരേ പാറ്റേണിലുള്ള പരിഹാരം ആയിരിക്കില്ല. അത് ഏത് ഗ്രഹമാണ്, നമ്മളിപ്പോൾ പ്രശ്നത്തിലൊക്കെ നോക്കിയിട്ട് ഏത് ഗ്രഹമാണ് അത് ആ ദോഷമായിട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേവന ദോഷമോ കണ്ണ് ദോഷമോ കമ്പയർ ദോഷമോ ഏത് ഗ്രഹത്തിനെ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആ ഗ്രഹത്തിൻ്റെ ദോഷപരിഹാരം കൊടുക്കുമ്പോഴേ അത് മാറിപ്പോകും. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യം? ഇപ്പോൾ കൂടോത്രം അല്ലെങ്കിൽ കണ്ണുദോഷം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്, ഇപ്പോൾ ഒരാൾ നന്നാവുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മറ്റൊരാൾ ആ ഒരു സജഷൻ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ വിചാരിക്കുമ്പോഴാണ്. പക്ഷെ കൂടോത്രം എന്നൊക്കെ പറയുന്നത് ഒരു ഇത്തരത്തിലുള്ള മന്ത്രവാദിയുടെ അടുത്ത് പോയോ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ കൈവിഷമാണെങ്കിൽ അത് ഭക്ഷണത്തിലൂടെ കൊടുക്കുന്നതാണ്. അതൊരു മന്ത്രവാദി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് പോയി വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നതായിട്ടല്ലേ. അപ്പോൾ ഈ കണ്ണേറ് ദോഷവും മറ്റുള്ളതും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ഇതെല്ലാം നെഗറ്റീവ് അറ്റാക്കാണ്. ഇപ്പോൾ നമ്മളൊരു അസൂയയോടെ മറ്റൊരാളിനെ നോക്കുന്നു, പറയുന്നു, ഒരാൾ ഒരുപാട് നല്ലതായിട്ട് പോയല്ലോ എന്നുള്ള ഒരു, നമ്മൾ അങ്ങനെ ആയില്ലല്ലോ എന്നുള്ള ഒരു ഉത്കണ്ഠയോടെ സംസാരിക്കില്ല. ഇതെല്ലാം മറ്റേ ആളിനെ ഇപ്പം അത് കൂടുതലും ബാധിക്കുന്നത് ആരെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഈ വ്യക്തി തന്നെ അറിയാണ് ഇന്ന ആളിങ്ങനെ പറഞ്ഞു എന്നൊക്കെ അറിയുകയാണെങ്കിലോ അയ്യോ എനിക്ക് ബാധിക്കുമല്ലോ എന്ന് നമ്മൾ തന്നെ മനസ്സിൽ വിചാരിച്ചാൽ അത് പെട്ടെന്ന് ബാധിക്കും. മനസ്സിലായില്ലേ? അത് നമ്മളത് അബ്സോർബ് ചെയ്യുന്ന പോലെയും കൂടെ ഇരിക്കും. നമുക്കൊരു പോസിറ്റീവ് പ്രൊട്ടക്ഷൻ, നമുക്കൊരു പ്രൊട്ടക്ഷൻ, അതായത് മെഡിറ്റേഷനൊക്കെ നല്ലതായിട്ട് ചെയ്തു പോകുന്ന, നല്ലതായിട്ട് ഉപാസനയുള്ള, നല്ലതായിട്ട് പ്രാർത്ഥനാ ബലമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന നെഗറ്റിവിറ്റി അറ്റാക്ക് ചെയ്യത്തില്ല. മാമിൻ്റെ അടുത്ത് ഇതേപോലെ വന്നിട്ടുള്ള ആരെങ്കിലും അറിയാമോ? അല്ലെങ്കിൽ കൂടോത്രം അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കാരണം അത്രയും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ വന്നിട്ട് അത് ഇല്ലാതായി പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നെഗറ്റിവിറ്റി അറ്റാക്ക് ചെയ്തു ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ കാര്യം. ഞാൻ അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി അവസാനം അത് പൂജ ചെയ്താൽ മാറ്റിയെടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ വന്നിട്ടുണ്ട്. പിന്നെ കൂടുതലും അവർക്കത് ചിലതൊരു മാനസിക പ്രശ്നം കൊണ്ട്, ഇത് കൂടുതൽ നമ്മൾ എൻ്റർടൈൻ ചെയ്ത് അത് പറയാൻ പറ്റാത്ത കാര്യം എന്താണെന്നറിയുമോ? പിന്നെ ഇത് എല്ലാവർക്കും ഇതൊരു മാനസിക പ്രശ്നം. എന്ത് പ്രശ്നം വന്നാലും കൂടോത്രം ചെയ്തിട്ടാണെന്ന് പറയും, എന്ത് പ്രശ്നം വന്നാലും ആരോ ചെയ്തിട്ടാണെന്ന് പറയും. ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ പറയും ആരോ എന്തോ ചെയ്ത്, അവനവൻ്റെ എഫർട്ട് കുറഞ്ഞിട്ടല്ല, ആരോ എന്തോ ചെയ്തിട്ടാന്ന് പറയും. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ട്രിക്കായിട്ട് തന്നെ യൂസ് ചെയ്യാറുണ്ട്. അതല്ല, ഇത് ജെന്യൂൻ ആയിട്ടുള്ള കേസും ഉണ്ട്, അല്ലാത്ത കേസും ഉണ്ട്. ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ പ്രയാസമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് അവരോട് കുറെ നേരം സംസാരിക്കുമ്പോഴേ അറിയാൻ പറ്റും. എപ്പോഴും കൂടോത്രമാണെന്നുണ്ടെങ്കിൽ അവനവന് പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. അതിപ്പോൾ ജോലി കിട്ടുന്നില്ല, ആരോ എന്തോ ചെയ്ത് വെച്ചിട്ട്, സാമ്പത്തിക തകരാറിലായി, അവർ തന്നെ കടം വാങ്ങി അവർ തന്നെ ട്രബിളിലായിട്ട് പറയുമ്പോൾ ആരോ എന്തോ ചെയ്ത് വെച്ചിട്ടാന്ന് പറയും. പക്ഷേ ചില ആളുകൾക്കൊക്കെ എല്ലാ ദിവസവും ഭയങ്കരമായിട്ടുള്ള മാനസിക വിഷമങ്ങളായിരിക്കും, സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും? അതായത് ഈ സൈക്കോളജിയും ജ്യോതിഷവുമായിട്ട് എന്തെങ്കിലും? ഒരുപാട് സൈക്കോളജിയും ജ്യോതിഷമായിട്ട് ഒരുപാട് കണക്ഷനുണ്ട്. സൈക്കോളജിക്കാൾ ഒരു പടി മുന്നിൽ ആസ്ട്രോളജിയാണ് നിൽക്കുന്നത്. അതെങ്ങനെയാണ്? സൈക്കോളജിയിൽ ഒരു ആസ്ട്രോളജറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെക്കുറിച്ചൊരു വ്യക്തമായ ഡേറ്റ് നമ്മളതിലുണ്ട്. ചാർട്ട്, ഡിവിഷണൽ ചാർട്ട്സ്, മഹാദശ, അന്തർദശ, പരിയന്തർദശ കാലഘട്ടമുണ്ട്. സൈക്കോളജിസ്റ്റിൻ്റെ കയ്യിൽ എന്തുണ്ട് ഡേറ്റ? ഇവർ പറയുന്ന ഡേറ്റയല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഒരുപടി മുന്നിൽ നിൽക്കുന്ന ആസ്ട്രോളജിയാണ്. പക്ഷെ ആ കണക്കുകളെല്ലാം ശരിയാവണമെന്നുണ്ടോ? ശരിയാണ്, അത് പറയുന്ന നമ്മൾ ശരിയായാൽ മതി. പറയുന്ന ഡേറ്റ് കറക്റ്റ്, അതായത് അവർ തരുന്ന ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, പ്ലേസ് ഓഫ് ബർത്ത് ഇത് കറക്റ്റ് ആണെങ്കിൽ ഇത് കറക്റ്റ് ആണ്. പക്ഷെ ഇതെല്ലാം ഒരു ഇൻഡ്യൂഷൻ മാത്രമല്ല. ഇൻഡ്യൂഷൻ അല്ല, അത് വെളിയിൽ നിൽക്കുന്ന ഒരാളിന് തോന്നുന്നതാണ് അതൊരു ഇൻഡ്യൂഷനായിട്ട്. അത് ഇൻഡ്യൂഷൻ കൊണ്ട് പറയുന്നൊന്നുമല്ല. ഇതൊരു വ്യക്തമായ, ഇപ്പം ഹോരാശാസ്ത്രം ഒന്ന് പഠിക്കാൻ നോക്കി നോക്കിയാൽ ഇൻഡ്യൂഷൻ ആണെന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് ഹോരാശാസ്ത്രത്തിൻ്റെ ഒരു ബുക്ക് വാങ്ങിയിട്ട് ഇരുന്ന് പഠിക്കാൻ നോക്കി നോക്കി എവിടെയെങ്കിലും എത്തുമെന്ന് നോക്കണം. ഒരു ജന്മം കൊടുത്ത് പഠിക്കുന്നതാണ് ജ്യോതിഷം, അല്ലാതെ വെറുതെ വായിത്തോന്നിനെ വിളിച്ച് പറയുന്നതല്ല. പക്ഷെ ഇപ്പോൾ ഒരാൾ ജനിക്കുകയാണെങ്കിൽ ആ ജനിച്ച കൃത്യമായിട്ടുള്ള സമയം വേണ്ടേ? അല്ലെങ്കിൽ പല ആളുകളെയും പഴയ ആളുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് സമയം അറിയത്തില്ല, ചിലപ്പോൾ ഡേറ്റ് അറിയത്തില്ല, ഏകദേശം രൂപമായിരിക്കും പറയുന്നത്. അതിൽ നിന്നല്ലേ ഇത്തരത്തിലുള്ള രാശിയാണെങ്കിലും മറ്റു കാര്യങ്ങളും നിർമ്മിക്കുന്നത്. കൃത്യമായ ഡേറ്റ് ഇപ്പോൾ ഒക്കെ ജനിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായ ഡേറ്റ് ഇല്ലേ? ഞാനൊക്കെ ജനിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മിനിറ്റ്, സെക്കൻഡ് വരെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഗർഭപാത്രത്തിലാകുന്ന സമയം തൊട്ട് ഭൂമിയിലോട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന സമയം, ഫസ്റ്റ് ബ്രീത്ത് എടുക്കുന്ന ടൈം, അതാണ് നമ്മുടെ ബർത്ത് ടൈം അല്ലേ പറയുന്നത്. ബർത്ത് ടൈം എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് യഥാർത്ഥ രാശി അല്ലെങ്കിൽ ജാതകം വേണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നാണോ ആയത്
ആ സമയം തൊട്ടുള്ളത് സമയം വേണമെന്ന്? അത് ഗർഭശിഷ്ട ദശ എന്ന് പറയുന്നത് ഈ പറയുന്ന ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഗർഭശിഷ്ട ദശ കിട്ടും. അല്ലാതെ അത് ആർക്കെങ്കിലും കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണോ? ഈ അച്ഛനും അമ്മയും വിചാരിച്ചാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അറിഞ്ഞുകൂടാത്തൊരു അജ്ഞാതമായ കണക്കിൽ നിന്നുകൊണ്ട് കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഈ പറയുന്ന കാര്യം തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, പ്ലേസ് ഓഫ് ബർത്ത്, ഈ 3 ഡേറ്റാസ് വെച്ച് കൃത്യമായിട്ട് ആൾക്കാരുടെ ഫലം പറയാൻ പറ്റുന്നില്ലേ? പിന്നെ എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാൽക്കുലേഷനിലോട്ട് പോകണേ?